ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തിന്റെ അഭിഷേകമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ രഹസ്യമായ പാളിച്ചകൾ അഭിഷേകത്തെ നമ്മിൽ നിന്ന് ചോർത്തിക്കളയാറുണ്ട്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ് അഭിഷേകത്തിന്റെ ഒന്നാമത്തെ ശത്രു. നാം മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ഹൃദയത്തിൽ കയ്പ് സൂക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നമ്മെ വീണ്ടെടുപ്പ് നാളിൽ മുദ്രയിട്ടിരിക്കുന്നത്. പലപ്പോഴും ചെറിയ വിട്ടുവീഴ്ചകളും ലോകത്തിന്റെ അംഗീകാരത്തിനായുള്ള നെട്ടോട്ടവുമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ശൗലിനെ പോലെ ഭാഗികമായ അനുസരണം മതി എന്ന് നാം കരുതിയാൽ ദൈവം നമ്മെ കൈവിടും. കാരണം അനുസരിക്കുന്നത് യാഗത്തെക്കാൾ നല്ലത് എന്ന് 1 ശമൂവേൽ 15-ാം അധ്യായം 22 പറയുന്നു. സഹോദരങ്ങളെ, അഭിഷേകം പരസ്യമായിട്ടല്ല, രഹസ്യത്തിലാണ് നഷ്ടപ്പെടുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ന്യായീകരിക്കാതെ അവ ഏറ്റുപറയുക, ഹൃദയം ശുദ്ധീകരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. വിശുദ്ധിയോടുള്ള ജീവിതവും ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണമാണ് അഭിഷേകം നിലനിർത്താൻ ദൈവം നമ്മെ സഹായിക്കുന്നത്. ഈ വചനത്താൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.